ആദായ നികുതിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് പ്രധാനപ്പെട്ട ഒരു ദിശാമാറ്റം അല്ലെങ്കിൽ പോളിസി ചേഞ്ച് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്. അതായത് ഈ എക്സംഷൻസിൽ ഊന്നി നിൽക്കാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ടാക്സ് റേറ്റിലേക്ക് മാറുന്ന രീതിയിലേക്ക് കോർപ്പറേഷൻ ടാക്സും കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് സിമ്പിൾ ഒരു രീതിയിലേക്ക് മാറുന്ന ദിശയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നതും. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ 2-3 വർഷത്തെ നികുതി വരുമാനത്തിൻ്റെ വളർച്ച തോത് നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് സർക്കാരിനെ അഭിനന്ദിക്കേണ്ടി വരും. ഈ പറഞ്ഞ ടാക്സ് പിരിച്ചെടുക്കാനായിട്ടുള്ള കഴിവ് ഈ സർക്കാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് 21-22 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് 15,40,40,000 കോടിയായിരുന്നു. ടാക്സ് ആദ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പിരിച്ചെടുക്കാൻ ഉദ്ദേശിച്ചത് 15,40,40,000 കോടിയായിരുന്നെങ്കിൽ ആക്ച്വലി പിരിച്ചെടുത്തത് 18 ലക്ഷം കോടിയായിരുന്നു. 22-23 19,34,000 ആദ്യം ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ അവർ പറഞ്ഞു. വർഷ അവസാനം വന്നപ്പോഴത്തേക്കും 21 ലക്ഷം പിരിച്ചെടുത്തു. ഈ വർഷം 23-24 23 ലക്ഷത്തി ചിൽവാനം 23 ലക്ഷം അവർ പറഞ്ഞത് പൂർണ്ണമായിട്ടും അവർക്ക് പിരിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇന്നലെ വന്ന മാത്തു ശ്രദ്ധിച്ചു കാണും, ജനുവരിയിലെ GST കളക്ഷൻ പോലും 1,70,70,000 കോടി കഴിഞ്ഞ കുറേ മാസങ്ങളിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന തുകയായിട്ട് നിൽക്കുന്നു ഈ 1,70,70,000 കോടി. അപ്പം GST പിരിവ് കാര്യക്ഷമമായിട്ട് നടക്കുന്നു. ഇൻകം ടാക്സ് വ്യക്തികളിൽ നിന്നും കാര്യക്ഷമമായിട്ട് പിരിക്കാൻ സാധിക്കുന്നു. അത് കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് റാഷണലൈസ് ചെയ്തതോടുകൂടി കോർപ്പറേറ്റ് ടാക്സ് കഴിഞ്ഞ തവണ ഒരു വലിയ ക്രിറ്റിസിസം ഉണ്ടായിരുന്നത് പുതിയതായിട്ട് തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് 22% നിന്നും 15% കുറച്ചുകൊണ്ടുള്ള ഒരു ആനുകൂല്യം കോർപ്പറേറ്റ് ടാക്സിൽ, കമ്പനികളുടെ ടാക്സിൽ കൊടുക്കുകയുണ്ടായി. അപ്പോൾ വിമർശനം ഉയർന്നു, ഇത് എന്താണ് വൻകിട മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതെന്താണെങ്കിലും ഉദ്ദേശിച്ച രീതിയിലുള്ള വിഭവ സമാഹരണം, നികുതി പിരിവ് ഈ ഗവൺമെൻറ്റിന് കാര്യക്ഷമമായിട്ട് നടത്താൻ സാധിക്കുന്നു. പിന്നെ അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ അടിസ്ഥാന സൗകര്യ മേഖലയിലെ നീക്കിയിരിപ്പും വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം. 11,11,111 കോടി, അതായത് ശരിക്കും 10 ലക്ഷത്തിൽ നിന്നും 11% കൃത്യമായിട്ടുള്ള ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട്. അവിടെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു കാര്യം തോന്നിയത് 12 ലക്ഷമോ 12.5 ലക്ഷമോ ഒക്കെ ആയിട്ട് ഇത് ഉയർത്തണമായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം 10 ലക്ഷം കോടി നീക്കിയിരുത്തിയപ്പോൾ അതിന് മുമ്പിലത്തെ വർഷം 7.5 ലക്ഷം കോടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏകദേശം 25-30% വരെ വർധനവ്. അതിന് മുമ്പിലത്തെ വർഷം 5.5 ലക്ഷം കോടിയായിരുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയിലുള്ള നീക്കിയിരിപ്പ് കൂട്ടി വകയിരുത്തിയത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ വളർച്ചാ നിരക്ക് 7% എന്നുള്ള നിലവാരത്തിൽ നിൽക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ബേസിക് ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു അപ്രോച്ച് നോക്കുമ്പോൾ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കുള്ള ഊന്നൽ, അത് തൊഴിലില്ലായ്മ പരിഹരിക്കും, നമ്മുടെ വികസനത്തിന് ആക്കം കൂട്ടും, വിഭവ സമാഹരണം കാര്യക്ഷമമായിട്ട് നടക്കുന്നു. നേരത്തെ ഇവർ നടത്തിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ് അതേപടി തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാം. മൻരേഗ പരിപാടിക്ക് സാധാരണ ക്രിറ്റിസിസം വരാറുള്ളത് കഴിഞ്ഞ വർഷത്തെ ആപേക്ഷികമായിട്ട് കുറഞ്ഞ തോതിലുള്ള നീക്കിയിരിപ്പാണ് മൻരേഗയ്ക്ക് വേണ്ടി നടത്തുന്നത്. കഴിഞ്ഞ വർഷം 66,000 കോടി ആയിരുന്നെങ്കിൽ ഈ വർഷം എസ്റ്റിമേറ്റഡ് 86,000 കോടിയും അതേ തുക തന്നെയാണ് ഈ 24-25 നീക്കിയിരിപ്പ്. 86,000 കോടി തന്നെ മൻരേഗ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നീക്കിയിരിപ്പ് നടത്തിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ ആവാസ് യോജന 2 കോടി അധികം വീട് നിർമ്മിക്കുമെന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയ്ക്കുള്ള നീക്കിയിരിപ്പ് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഔട്ട്ലേ ഓൺ മേജർ സ്കീംസിൽ അനക്ഷറിലുണ്ട് ഏകദേശം 30,000 കോടി നീക്കിയിരിപ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടക്കാല ബഡ്ജറ്റ് ആണെങ്കിൽ കൂടി ദിശാബോധമുള്ള, ആത്മവിശ്വാസമുള്ള, ഒരേ രീതിയിൽ തന്നെ പുരോഗതിക്ക് വേണ്ടി നീങ്ങുന്ന ഒരു നടപടിക്രമമായിട്ടാണ് ഞാനിതിനെ ആമുഖം എന്നുള്ള നിലയ്ക്ക് കാണാൻ ആഗ്രഹിക്കുന്നു. വളരെ വിപുലമായ കാഴ്ചപ്പാടോടെ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് അടിത്തറ പാകുന്ന തരത്തിലുള്ള ഒരു നിക്ഷേപ സാധ്യതകളെ ചൂണ്ടിക്കാണിക്കുന്ന ബജറ്റ് എന്നുള്ളതാണ് അദ്ദേഹം വിലയിരുത്തുന്നത്.